എന്താ ചെങ്ങായ തീരെ ഉളുപ്പില്ല എനക്ക്. ഒരു കഥയില്ല. എന്താ എമ്മാണ് അടിച്ചിരിക്കണത്? അതാ കഞ്ചാവോ? അതിനെക്കാട്ടി വലിയ മാരകമായിട്ടുള്ള എന്തോ ഒരു ഡ്രഗ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത് തോന്നുന്നു. അല്ലെങ്കിൽ ഒരാൾക്കൊന്നും ഇത് പിടിച്ചിട്ട് തൊട്ടപ്പുറത്തേക്ക് ഇടാനൊന്നും കഴിയില്ല. പോലീസ് പിടിക്കുന്ന അറിഞ്ഞിട്ടും ഇതിങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അനക്ക് എന്തിൻ്റെ കുത്തിക്കഴപ്പാണ്? നമ്മളെ മണ്ണാർക്കാടിലൊക്കെ ഇത്രയും ക്രിമിനൽ മൈൻഡുള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ട് എന്ന് അറിയുമ്പോൾ, ഇവിടെ CCTV കാര്യങ്ങളും ഇല്ലാത്തൊരു ഏരിയയിൽ ഇതാ ഈ ഒരു മരത്തിൻ്റെ ഒരു മറയിൽ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ CCTV ഉണ്ട്. പക്ഷെ ഇവിടെ എത്തൂല. പക്ഷെ അന്നെ കിട്ടാൻ പണിയൊന്നുമില്ല അല്ലേ? നമുക്ക് അങ്ങനെ ശത്രുക്കളൊന്നുമില്ല. പിന്നെന്തിപ്പോ ഇങ്ങനെ ചെയ്യാൻ കാരണം? ഐഡിയയില്ല. ഡ്രഗ്സിന്റെ പുറത്ത് തന്നെ ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങനെ പൊക്കി എടുത്തിട്ട് രാവിലെ ഇത് ചെയ്യുമ്പോഴാണ്, രാത്രിയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണെങ്കിൽ മണ്ണാർക്കാട് ഈ ഫുട്പാത്തിന്റെ പുറത്തൊക്കെ എങ്ങനെ നമ്മൾ വണ്ടി വിശ്വസിച്ചിട്ടിട്ട് പോകും? ഇതുപോലെ ക്രിമിനൽ മൈൻഡുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ എങ്ങനെ വണ്ടി ഇട്ടിട്ട് പോകും? ഈ വണ്ടി ഇവിടെ വെച്ചതപ്പോ ഞാനൊരു 9-9:30 സമയത്ത് ഇന്ന് രാവിലെ. ഇന്ന് പിന്നെ എപ്പോഴും ഇങ്ങോട്ട് വന്ന് നോക്കിയാൽ ഒരു 12 മണിക്ക് ഇവിടെ എത്തി. വണ്ടി അപ്പുറത്ത് വീണ് കിടക്കണം. എന്താ ചെയ്യാ? സ്ക്രാച്ച് ഉണ്ട്. ആരോ ഉന്തിട്ടാണ്, ആരോ തള്ളിട്ടെന്ന് ഉറപ്പാ. അതല്ലേ നിർത്തി വെച്ചു. വണ്ടി ആരോ എടുത്തു ഉന്തി അപ്പുറത്ത്. 2 മണിക്കൂർ 2.5 മണിക്കൂർ കഴിഞ്ഞിട്ട് വന്നപ്പോ ഇതാണ് അവസ്ഥ. ഇതിപ്പോ ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ നമ്മളെ മണ്ണാർക്കാട് തട്ടുകടയുടെ നേരെ ഓപ്പോസിറ്റ് ഭാഗം. നമ്മളെ സുഹൃത്താണ്, നമ്മളെ കുട്ടിയാണ്, ഒരു മഹാഭാപം പിടിച്ചൊരു കുട്ടിയാണ്. എന്നിട്ട് ഓൻ്റെ വണ്ടി തന്നെ എങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കഥയില്ല ചെങ്ങായി. എന്തിൻ്റെ കേടാണക്ക് കാണിച്ചരാ. ഇതിന് നിയമം കോടതികളൊക്കെ ഉണ്ടല്ലോ അവിടെ. ശരിയാക്കി തരാം കേട്ടോ.